മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ. അറസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ജഡ്ജിമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിനും ഫയലിൽ ഒപ്പിടുന്നതിനും കെജ്രിവാളിന് വിലക്ക്. കെജ്രിവാൾ ഇന്ന് തന്നെ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. കെ-ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിയിൽ പൊതു താൽപര്യമില്ല. സർക്കാരിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും കോടതി. VD സതീശൻ കോടതിയെ സമീപിച്ചത് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA-മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ആലപ്പുഴ കലവൂർ സുഭദ്ര വധക്കേസിൽ പ്രതികൾ അറസ്റ്റിൽ. നിതിൻ മാത്യൂസും ഷർമിളയും കുറ്റം സമ്മതിച്ചതായി പോലീസ്. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ക്രൂരമായി മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നെന്ന് മൊഴി. അവരിപ്പോൾ എനിക്ക് 3 ആഴ്ചയ്ക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇൻഡിഗോ വിമാനത്തോടുള്ള പിണക്കം അവസാനിപ്പിച്ച് EP ജയരാജൻ. 2 വർഷത്തെ ബഹിഷ്കരണം അവസാനിപ്പിച്ച ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തു. യാത്ര കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക്. ജയരാജൻ ഇൻഡിഗോ വിമാനം ബഹിഷ്കരിച്ചത് 2022-ൽ. പിളർപ്പൊഴിവാക്കാൻ അമ്മ. അനുനയ നീക്കത്തിന് ചുക്കാൻ പിടിച്ച് മുതിർന്ന അഭിനേതാക്കൾ. ഫെഫ്കയുമായി ചേർന്ന് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ നീക്കം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. മൃതദേഹം വൈകിട്ട് ഡൽഹി വസന്ത് കുഞ്ചിലെ വീട്ടിലെത്തിക്കും. AKG ഭവനിൽ പൊതുദർശനം നാളെ. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും. ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആർക്കെന്നതിൽ തീരുമാനമുടൻ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 11ാം പതിപ്പിന് തുടക്കം. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി FC നേരിടും. മത്സരം രാത്രി 7:30 കൊൽക്കത്തയിൽ.